ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് അതിനായിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് മീൻ നമ്മളിന്ന് വെക്കുന്നില്ല. അപ്പോൾ മീനില്ലാത്ത സമയത്ത് നമ്മളെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് അന്നത്തെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ചെറിയൊരു കറി നമുക്ക് ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. പക്ഷേ ഞാനിന്നത് വീഡിയോ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ചേർക്കുന്ന 2 കാര്യങ്ങളില്ല. അതെന്താണെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ പറയാം. പക്ഷേ അതില്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ആഗ്രഹത്തിനായിട്ട് ഞാൻ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് അതെ ഇതാണ് നമുക്ക് വേണ്ട 2 വഴുതനങ്ങ. ഈ 2 വഴുതനങ്ങയാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. 2 എണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കഴുകി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. വഴുതനങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ല ഇതുപോലെ വട്ടത്തിൽ നമ്മൾ ചെറുതായിട്ട് കനം കുറഞ്ഞ് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്നുള്ളത്, നമ്മൾ ലേശം ഉപ്പ് ചേർക്കണം, പിന്നെ ശകലം മുളക് പൊടി നമുക്ക് ആവശ്യത്തിന്, പിന്നെ എരി നമുക്ക് ഇതിനകത്ത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത് വറുത്തെടുക്കുന്നതിനുള്ള എരി മാത്രം അതിനുള്ള രീതിയിൽ നമ്മൾ ചേർത്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടി ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുള്ളി വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് വെക്കുമ്പോൾ അതിനകത്തെല്ലാം കറക്റ്റ് മസാല പിടിക്കും. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയെ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കുന്നതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ട് നമുക്കതിന് ഓരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. ഇത് മുരിയുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തിന് ചേർക്കാനുള്ള അടുത്ത സാധനങ്ങൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഇനി ഇതിൽ ചേർക്കുന്നത്. ഒരു സവാള, കുറച്ച് കറിവേപ്പില, 3 വെളുത്തുള്ളി. അപ്പം വെളുത്തുള്ളി തോനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർക്കാം. എനിക്ക് വെളുത്തുള്ളി കുറച്ച് ചേർക്കുന്നതാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്ര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമ്മളിത് വെന്താന്ന് നോക്കാം. നമ്മൾ വഴുതനങ്ങ നമ്മൾ വറുക്കാനിട്ടേക്കുന്നത് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനി കോരി നമുക്ക് അടുത്ത പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്നതും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അടുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒരു തമിഴ് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് തമിഴ് ആൾക്കാർ ഉണ്ടാക്കി കഴിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ മലയാളീസ് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള വെറൈറ്റി വഴുതനങ്ങ വെച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കത് മൊരിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇതേ എണ്ണ തന്നെയാണ് അടുത്ത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് എണ്ണ തന്നെയാണ് കേട്ടോ നമ്മളെടുക്കുന്നത്. അങ്ങനെ ഇത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞ് നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഈ വഴുതനങ്ങ നമുക്ക് ഇങ്ങനെയും വറുത്ത് നമുക്ക് കഴിക്കാം കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും നമുക്ക് അല്ലാതെ തന്നെ വീട്ടിലായാലും നമുക്ക് എടുക്കാൻ നല്ല ഒരു ഇതാണ്. ഇപ്പം നല്ല ടേസ്റ്റാണ്. നമുക്ക് മീൻ വറുക്കുന്ന കണക്ക് നമ്മൾ വറുത്തെടുത്താൽ മതിയല്ലോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് വഴുതനങ്ങയ്ക്ക്. അപ്പോൾ അതുപോലെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ വഴുതനങ്ങ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കണ്ടേ. എന്നും ഒരുപോലെ കഴിക്കുന്ന അത്ര രസമല്ലല്ലോ. അപ്പോൾ ഇത് മുരിഞ്ഞ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു 2 സാധനം ഞാനിത് നോക്കിയപ്പോൾ കിട്ടിയില്ലാന്ന്. പിന്നെ നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അടുത്തത് റെഡിയാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ മുരിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറ്റൽ മുളകാണ് നമ്മൾ ഈ എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ വറ്റൽ മുളക് ഇല്ല, അതുകൊണ്ട് നമുക്ക് മുളക് പൊടി വെച്ച് ചെയ്ത് നോക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം പറയാം അതെന്താണെന്ന് മിസ് ചെയ്തതെന്ന്. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് മുരിഞ്ഞ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം.
ഏകദേശം ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വറുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും. എന്നിട്ട് ഇതേ ചീനിച്ചട്ടി തന്നെയാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ ആ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുളിയും കൂടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, വേണമെങ്കിൽ പുളിയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സവാള വഴറ്റാൻ പോവാണ്. സവാളയും വെളുത്തുള്ളിയും ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് വഴറ്റിയെടുക്കണേ. വഴറ്റി നമ്മൾ മാറ്റിയെടുത്ത് വയ്ക്കണം. ഒരുപാടൊന്നും വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ നമുക്കിപ്പോൾ ഉള്ളിയുടെ കൂടെ വേണമെങ്കിൽ പുളി ചേർക്കാം കേട്ടോ. പുളി വേണമെന്നുള്ളവർക്ക് ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. റെഡിയായി നമുക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമുക്ക് ഈ സൈഡിലോട്ട് വെച്ചിട്ട് വറ്റൽമുളക് വഴറ്റിയെടുക്കണം. അപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുളക് പൊടി ഇട്ട് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. ചാറെടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മളെ സവാള ഉള്ളിയും കൂടി ചേർക്കും. അപ്പോൾ നമ്മളത് ഇതിനകത്ത് ജാറിലോട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ വറ്റൽ മുളക് നമ്മളിട്ട് നമ്മൾ അടിച്ചാണ് എടുക്കുന്നത്. അപ്പം ഇതിന് പകരം നമുക്ക് മുളക് പൊടി ഇടാം. അപ്പോൾ ഇതിൽ നമുക്കിനി മുളക് പൊടി ഇടാം. ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി നമുക്കിത് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളാണ്ട് ഇതിനകത്ത് നമ്മൾ അരച്ചെടുത്തതാണ്. ഈ കൂട്ടിനകത്ത് നമ്മളിനി ആ വഴുതനങ്ങ ഇടാൻ പോവാണ് കേട്ടോ. നമ്മളിതിനകത്ത് ഇട്ട് ഇനി നമ്മളിത് അരച്ചെടുക്കില്ല. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ നമ്മൾ ഉപ്പ് വഴുതനങ്ങയ്ക്കകത്ത് മാത്രമല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഒരു ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പ് നമ്മളാണ്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് ഇത് ഞവിടിയെടുക്കണം. നല്ലതുപോലെ കൈ കൊണ്ട് നമ്മൾ ഞവിടി എടുക്കണം. ഇനി നമ്മളിതിനകത്ത് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കിനി നോക്കണ്ടേ. അപ്പോൾ നമുക്കിനി കുറച്ച് ചോറ് ഇട്ടിട്ട് നമുക്ക് ചോറിൽ വെച്ച് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ചോറും നമ്മളെ വഴുതനങ്ങ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ചോറിൻ്റെ കൂടെ. ചോറിൻ്റെ കൂടെ തന്നെ കഴിച്ചു പോകണം, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ആ പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഒന്നും പറയില്ല. അടിപൊളി. ഇതിന് വഴുതനങ്ങ ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നില്ല. ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ വറ്റൽ മുളകായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ, വേറൊരു ടേസ്റ്റ് കൂടി കിട്ടിയേനെ. ഇപ്പം മുളക് പൊടിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിലൊരു കാര്യം ചേർക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിളക്കുവാണെങ്കിൽ മല്ലിയിലയുടെ മണം കൂടി വരും കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ ആ മല്ലിയിലയുടെ മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ മല്ലിയിലൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ മോശം പറയാമെന്നില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മീൻകറി തന്നെ വേണമെന്നില്ല. നമുക്ക് 2 വഴുതനയെങ്കിലും 1 വഴുതന ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ നമുക്കിത് തന്നെ ധാരാളമാണ്. അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. നമ്മൾ 1 പ്ലേറ്റ് ചോറ് നമ്മൾ കഴിച്ച് തീർത്തിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലിടണം കേട്ടോ.
അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സിമ്പിളാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.